റസൂലുള്ളാഹിക്ക് ആരാധിക്കുന്നുണ്ടോ? ബദരീങ്ങൾക്ക് ആരാധിക്കുന്നവരുണ്ടോ? പറയൂ നിങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്താ പറയാ പറയൂ. അതല്ലേ രസം. പ്രാർത്ഥന നടത്തുന്നു, അത് തന്നെയാണ് ആരാധന. ഇപ്പൊ നമ്മള് നേരത്തെ കണ്ടോ ഇപ്പൊ നമ്മൾ പദ്ധതിക്ക് വന്ന് തിരിയാണ്. പണ്ട് വിട്ടു ഇയാൾ പറഞ്ഞു പ്രാർത്ഥന ഞാൻ വിട്ടു, ഇസ്തിഗാസ സഹായം ചോദിക്കലെന്ന് പറഞ്ഞിട്ട് വന്നതാ. അപ്പൊ ഊപ്പര് വീണ്ടും പ്രാർത്ഥന. ആ പഴയ മാറ്റർക്ക് അവിടുന്ന് കിട്ടിയ ചീട്ടിക്ക് തന്നെ വീണ്ടും പോവാണ്. നിങ്ങൾ അത് മാറ്റി ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് വലിയ കാലി ഞാൻ വായിക്കാം. ഞാൻ പറഞ്ഞുതരാം. ഇയ്യാക്കൻ അബ്ദു വഇയ്യാക്കൻ നസ്തഈൻ. അതിന്റെ അർത്ഥത്തിൽ കോഴിക്കോട് വലിയ കാലി ശിഹാബുദ്ദീൻ ഇന്ത്യജിക്കോത്തങ്ങൾ എഴുതുന്നത് ഇങ്ങനെയാണ്: അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. എന്നിട്ട് അയാളെ വിശദീകരിക്കുകയാണ്: നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കും ഇല്ല. അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ്. അല്ലാഹുവിനോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്ന പ്രാർത്ഥനയാണ്. അതിന് വലിയ കാലിക്കും ചെറിയ കാലിക്കും ഞങ്ങൾക്കും ആർക്കും സംശയമില്ല, കാലി അല്ലാത്തവർക്കും സംശയമില്ല. അള്ളാഹിനോട് വയ്യാക്ക ചെയ്യുന്ന ആ ആയത്തിന്റെ വിശദീകരണത്തിലാണ് പറയുന്നത്. നിങ്ങളെ ആരോ പഠിപ്പിച്ച് അബദ്ധത്തിൽ പെടുത്തിയിരിക്കുന്നു. നിങ്ങളെ വയ്യാക്ക അള്ളാഹുവേ, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അള്ളാഹിനോട് സഹായം ചോദിക്കുക എന്ന പ്രാർത്ഥന തന്നെയാണ്, അത് ആരാധന തന്നെയാണ്. അതിലാർക്കും സംശയമില്ല. അത് നിങ്ങൾ വായിച്ചതുകൊണ്ട് നമ്മളെ ചർച്ചയ്ക്ക് എതിരല്ല. നമ്മളെ ചർച്ച മുഹയ്യദ്ദീൻ ശേഖയെ കാക്കണേ, അത് ആരാധനയാണോ അല്ലേ? ആരാധന എന്താ നിങ്ങൾക്കറിയില്ല. ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരും. ഇരിക്കട്ടെ. മുജാഹിദിന്റെ അൽമനാർ. നിങ്ങൾക്ക് ഈ അൽമനാറും പിന്നെ അമാനിയൊക്കെ പഠിപ്പിച്ചിട്ടല്ലേ മാറുള്ളൂ. അൽമനാർ ഒന്നുകൂടി അൽമനാർ ഇതിൽ പറയുന്നുണ്ടോ? എന്താ പറയുന്നത് എന്നറിയോ? ഏതൊരു വണക്കവും ഏതൊരു അനുസരണയും ഏതൊരു വിനയപ്രകടനവും അത് ആരാധനയാവണമെങ്കിൽ ദിവ്യത്വം കൽപ്പിക്കുകയും തദനുസാരമുള്ള വിശ്വാസമുണ്ടാവുകയും ചെയ്യുമ്പോഴേ ആരാധനയാവൂ. എന്താ ഒരു സംശയമില്ല. ദിവ്യത്വം കൽപ്പിക്കണം. പറയുന്നത് ആരാ? മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നതിന് മുമ്പ് അവരുടെ മുഖപത്രം അൽമനാർ. നിഷേധിക്കാൻ കഴിയുന്നവരെ വെല്ലുവിളിക്കുന്നു ഞാൻ. ആർക്കും വന്ന് നോക്കാം. ദിവ്യത്വം കൽപ്പിക്കണം. അതല്ലേ ഞങ്ങൾ പറഞ്ഞത്? ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവപുത്രനാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ട് വിളിക്കുകയാണോ? മുഹയ്യദ്ദീൻ ശേഖരെ വിളിക്കുകയാണോ? ആരാധനയാണ്. ബദരീകളെ വിളിക്കുകയാണോ? ആരാധനയാണ്. മറ്റാരെ വിളിക്കുകയാണോ? ആരാധനയാണ്. പക്ഷെ സുന്നികളാണ് വിളിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ദിവ്യത്വം കൽപ്പിക്കുന്നില്ല, ഞങ്ങൾ ഇലാഹാണെന്ന് കരുതുന്നില്ല, ഞങ്ങൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല, ദൈവാവതാരമാണെന്ന് വിശ്വസിക്കുന്നില്ല, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പൊ മുജാഹിദ് കന്യാമറിയമേ രക്ഷിക്കണേ, അത് ഇതുപോലല്ലേ? അല്ല, കന്യാമറിയമോ അല്ലെങ്കിൽ യേശുവെ രക്ഷിക്കണേ എന്ന് പറയുന്നത് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇന്നല്ലാഹ സാലിസു സലാസ, 3 ദൈവങ്ങളിൽപ്പെട്ട ഒരു ദൈവമാണ് കന്യാമറിയം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ കന്യാമറിയമിനെ വിളിക്കുന്നത്. അതുകൊണ്ട് അത് ശിർക്കാണ്, അത് അവർക്കുള്ള ആരാധനയാണ്, അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതാണ്. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല. മുഹയ്യദ്ദീൻ ശേഖരെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്ന് പറയുമ്പോ അവർ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ അൽമനാർ പറഞ്ഞതുപോലെ വിചിന്തനം എന്റെ കയ്യിലുണ്ട്. വിചിന്തനം പറഞ്ഞതുപോലെ അൽമനാറിന്റെ പഴയ കോപ്പി എന്റെ കയ്യിൽ വേറെയുമുണ്ട്. എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അൽമനാറിന്റെ കോപ്പി അതും എന്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ വായിച്ചു തരും. അതൊക്കെ അവരൊക്കെ പറഞ്ഞതുപോലെ ദിവ്യത്വമുണ്ടെന്നോ ദൈവാവതാരമാണെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന തേട്ടം, ഞങ്ങൾ ചെയ്യുന്ന അപേക്ഷ, ഞങ്ങൾ ചെയ്യുന്ന അർത്ഥന, ഞങ്ങൾ തേടുന്ന അപേക്ഷ, ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ സഹായം ചോദിക്കൽ, നിങ്ങൾ അതിന് പ്രാർത്ഥന, നിങ്ങൾ വെള്ളിയാഴ്ച രാവുന്ന പേരിട്ടോളി, പേര് നിങ്ങൾ അവനും കഞ്ഞി കിട്ടോളി, എന്ത് പേരിട്ടാലും ശരി അത് ആരാധനയല്ല. എന്തുകൊണ്ട്? അത് അവർക്ക് ദിവ്യത്വം കൽപ്പിക്കാതെയാണ്. ചോദിക്കും മൈക്ക് കൊടുക്കും വേഗം കൊടുക്കും തീരുമാനപ്പാവും.